കണ്ണൂരിലെ വളപട്ടണത്തെ കവർച്ചയ്ക്ക് വീടിനെക്കുറിച്ച് അറിയുന്നയാളുടെ സഹായം ലഭിച്ചതായി പോലീസിന്റെ സംശയം. വ്യാപാരിയുടെയും കുടുംബത്തിന്റെയും യാത്രാവിവരങ്ങൾ മോഷ്ടാക്കൾക്ക് ലഭിച്ചു. കവർച്ച ആസൂത്രിതമെന്നും അന്വേഷണ സംഘം പറയുന്നു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. 300 പവൻ സ്വർണവും 1 കോടി രൂപയുമാണ് അപഹരിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. സജോ, ഗുഡ് മോർണിംഗ്. വളപട്ടണത്തെ കവർച്ചയുടെ കൂടുതൽ അന്വേഷണ ഫലം പുറത്തു വന്നിട്ടുണ്ടോ? SKN ഗുഡ് മോർണിംഗ്. ഈ കവർച്ചാ കേസിൽ സംസ്ഥാനത്തെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ ചില അപൂർവതകൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒന്ന്, സമീപകാലത്ത് ഒരു വീട് കുത്തി തുറന്ന് 300 പവൻ സ്വർണ്ണാഭരണങ്ങളും 1 കോടി രൂപയും കവർച്ച എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടാണ്, വലിയൊരു അളവിലുള്ള മോഷണമാണ്. അത് ഒരു വീട് കുത്തി തുറന്നുള്ള ഇത്രയും വലിയ അളവിലുള്ള മോഷണം സമീപകാല ചരിത്രത്തിൽ അത് ആദ്യമാണ്. മറ്റൊന്ന്, ഈ കേസിൽ മറ്റൊരു സവിശേഷകരമായ കാര്യം, അതായത് 19-ാം തീയതിയാണ് കണ്ണൂരിലെ പ്രമുഖ വ്യാപാരിയാണ് അഷ്റഫ് ട്രേഡേഴ്സ് എന്ന അരി മൊത്ത വ്യാപാരിയാണ്. അദ്ദേഹം 19-ാം തീയതി അദ്ദേഹവും കുടുംബവും വീട് പൂട്ടി മധുരയിൽ സുഹൃത്തിൻ്റെ വിവാഹ ചടങ്ങിൽ പോകുന്നു. 24-നാണ് തിരിച്ചു വരുന്നത്. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളിലെ ഡേറ്റ് വെച്ച്, അത് അവ്യക്തമാണെങ്കിലും ഡേറ്റ് വെച്ച് 20-ാം തീയതിയാണ് മോഷണം നടന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഇതിൽ ശ്രദ്ധേയമായ കാര്യം, ഒരാളാണ് ഈ അകത്ത് വീടിനുള്ളിൽ കടന്നിരിക്കുന്നത്, ഒരാളാണ്. കൂടുതൽ പേരുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. കോമ്പൗണ്ടിന് പുറത്ത് കൂടുതൽ ആളുകളുണ്ടെന്ന് പോലീസ് കരുതുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കള്ളൻ 20-ാം തീയതി മോഷണം നടത്തുന്നു. പിറ്റേ ദിവസം 21-ാം തീയതി രണ്ടാമതും ഇതേ വീട്ടിലെത്തുന്നു. അതായത് ഈ മോഷ്ടാക്കൾക്ക്, അല്ലെങ്കിൽ ഈ മോഷണ സംഘത്തിന്, ഈ കവർച്ച ആസൂത്രണം ചെയ്തവർക്ക് ഈ വ്യാപാരിയുടെ യാത്രാ വിവരത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. 19-ന് പോയി 20-ന് രാത്രി ആ വീട്ടിൽ അവർ മോഷ്ടിക്കാൻ കയറുന്നു. കൃത്യമായി ആ മുറിയിലേക്ക് കടക്കുന്നു. പുറകിലെ ജനൽ പുറത്ത് പൊളിച്ചെടുത്തതിന് ശേഷം അകത്ത് കിടക്കുന്നു. അലമാരയിൽ സൂക്ഷിച്ച താക്കോൽ അലമാര തകർത്ത് എടുക്കുകയും ആ താക്കോൽ ഉപയോഗിച്ച് ലോക്കർ തുറന്നാണ്, വീടിനുള്ളിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ള ലോക്കറിനകത്താണ് ഇവയെല്ലാം സൂക്ഷിച്ചിരുന്നത്. അത് മോഷ്ടിക്കുകയും ചെയ്തു. പിന്നീട് പിറ്റേന്ന് രാത്രി വീണ്ടും തിരികെ വരുന്നു. എന്തിനു തിരികെ വന്നു? അപ്പോഴും അവിടെ ആരും ഉണ്ടാകില്ല എന്ന് ഇവർക്കറിയാമായിരുന്നു. തിരികെ വന്നത് എന്തെങ്കിലും തെളിവ് നശിപ്പിക്കാനായിരിക്കാം എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. എന്തെങ്കിലും തെളിവ് അവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം, അവരുടെ കൈവശമുണ്ടായിരുന്ന എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടാകാം. അങ്ങനെ ഒരു തെളിവ് അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നശിപ്പിക്കാൻ വേണ്ടി വന്നതായിരിക്കാം. അങ്ങനെ ഒരേ കള്ളൻ 2 ദിവസം ഒരേ വീട്ടിൽ തന്നെ വന്നു, മോഷണം നടത്തിയതിന് ശേഷവും എന്നാണ് ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം. അതൊരു അപൂർവതയാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ വ്യാപാരിയുടെ യാത്രാ വിവരങ്ങൾ കൃത്യമായി ലഭിച്ചിട്ടുണ്ട്, പുറത്തുനിന്നുള്ള സഹായം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിൽ കൃത്യമായ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. പോലീസ് സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കൃത്യമായി പ്രതികളിലേക്ക് എത്താനുള്ള കൃത്യമായ സൂചനകൾ ലഭ്യമായിട്ടില്ല. 20 അംഗ അന്വേഷണ സംഘം രൂപീകരിച്ച് വിപുലമായ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. ഓക്കെ, താങ്ക് യു സജു ദേവസ്യ. ഒരു വളപട്ടണത്തെ വ്യാപാരിയുടെ വീട്ടിലാണ് ഈ മോഷണം നടന്നത്. അദ്ദേഹം കുടുംബം വീട്ടിലില്ലാത്ത സമയം നോക്കിയാണ് മോഷ്ടാക്കൾ കടന്നതും 300 പവൻ സ്വർണവും 1 കോടി രൂപയും അപഹരിച്ച് കടന്നു കളഞ്ഞത്. അതിൻ്റെ പിന്നാലെ തന്നെ പോലീസുണ്ട്. മോഷ്ടാക്കളെ നിങ്ങൾക്ക് പിടിവീഴും.